നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിലെ ഉയർന്ന പോളിംഗ് ആർക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. ഇത്തവണ മണ്ഡലത്തിൽ 80% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ ഇത്തവണ 79.44% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1,67,453 പേരാണ് ഇത്തവണ പോൾ ചെയ്തത്. കഴിഞ്ഞ വർഷം 77.91% വോട്ടിംഗ് ശതമാനം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.91% പട്ടാമ്പി മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. അന്ന് 1,51,909 പേരാണ് പോൾ ചെയ്തത്. ഇത്തവണ 2,10,790 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഉള്ളത്. ഇതിലാണ് 1,67,451 പേർ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് ശതമാന വർധനവ് ആർക്ക് അനുകൂലമാകുമെന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. സമീപകാലത്ത് ഏറ്റവും കുറഞ്ഞ സമയപരിധി മാത്രം പ്രചരണത്തിന് ലഭിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ കടന്നുപോയത്. മെയ് 4 ഫലം വരുന്നതുവരെ മുന്നണികൾ സാധ്യതകളുടെ കണക്കെടുപ്പ് തുടരുകയും ചെയ്യും. പട്ടാമ്പി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്ത 1,51,909 വോട്ടിൽ LDF-ന് 75,311 വോട്ടും UDF-ന് 57,337 വോട്ടും NDA സ്ഥാനാർത്ഥിക്ക് 14,578 വോട്ടുമാണ് ലഭിച്ചത്. 17,974 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി വിജയിച്ചത്. ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാകുമെന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സംസ്ഥാന ഒട്ടുക്കും UDF തരംഗമുണ്ടാകുമെന്നും അത് പട്ടാമ്പിയിൽ പ്രതിഫലിക്കുമെന്നും മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നുമാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ വലിയ മാറ്റമാണ് ഇത്തവണ NDA മുന്നോട്ട് വയ്ക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോസിൻ ബൂത്തിൽ കയറി വോട്ടഭ്യർത്ഥന നടത്തിയെന്ന് ആരോപിച്ചുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് പരാതി. ജില്ലാ റിട്ടേണിംഗ് ഓഫീസർക്കാണ് മുഹമ്മദ് മോസിൻ പരാതി നൽകിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പ് ദിനത്തിലാണ് ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത്. കള്ളാടിപ്പറ്റയിലെ ബൂത്തിൽ കയറി LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോസിൻ വോട്ടഭ്യർത്ഥിച്ചു എന്നാരോപിച്ചായിരുന്നു UDF-ന്റെ പ്രതിഷേധം. ഇത് ഇരു കൂട്ടരും തമ്മിലുള്ള വാക്കേറ്റത്തിന് ഇടവരുത്തി. എന്നാൽ വോട്ടെടുപ്പ് നിരീക്ഷിക്കുന്നതിനിടെ മദ്യപിച്ചെത്തിയ UDF പ്രവർത്തകർ തന്നെ ആക്രമിക്കുകയാണെന്നും പരസ്യമായി അപമാനിക്കുകയും ചെയ്തുവെന്ന് കാണിച്ച് മുഹമ്മദ് മോസിൻ പാലക്കാട് ജില്ലാ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. വ്യാജ ആരോപണം ഉന്നയിച്ചാണ് UDF പ്രവർത്തകർ തന്നെ തടഞ്ഞുവെക്കാൻ ശ്രമിച്ചതെന്നും ആക്രമിച്ചതെന്നുമാണ് സ്ഥാനാർത്ഥി പരാതിയിൽ പറയുന്നത്. ആക്രമണം നടത്തിയതിൽ ഒരാൾ മദ്യപിച്ചിരുന്നതായും സംശയിക്കുന്നതായും പരാതിയിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മനുഷ്യര് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു മിനിറ്റ് വരൂ. ആരോടെങ്കിലും വോട്ട് ചോദിച്ചോ? ഇല്ല. ആരോടെങ്കിലും ഞാൻ വോട്ട് ചോദിച്ചെന്ന് പറയട്ടെ. സീനുണ്ടാക്കിയത് അല്ലല്ല, സീനുണ്ടാക്കിയത് വരാം. ബഹളം ആരും വേണ്ട. ഒരു സീന് മൂപ്പരുണ്ടാക്കിയില്ലല്ലോ. അതാ അവരൊക്കെ പറയണു. പിന്നെന്താ ഒരു പ്രത്യേകത? സ്ഥാനാർത്ഥിക്ക് ആളുകളെ കാണാം, ബൂത്തിൽ വരാം, കാര്യങ്ങൾ അന്വേഷിക്കാം. വോട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി എല്ലായിടത്തും പോകുന്നുണ്ട്. അവിടെ ഒരാള് പോലും വോട്ട് ചോദിച്ചു പറഞ്ഞിട്ടില്ല. ആ പരിപാടിയൊന്നും വേണ്ട. വോട്ട് ചോദിച്ചിട്ടില്ല എന്നാ പറഞ്ഞേ ആളുകൾ. പിന്നെന്താ അവർക്കൊരു പ്രത്യേകത? കൊപ്പം നടുവെട്ടം രായിരനെല്ലൂർ ക്ഷേത്രത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു. കുട്ടി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടിയെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ശിശുക്ഷേമ സംരക്ഷണ സമിതിയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടുവട്ടം രായിരനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പുലർച്ചെയാണ് നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടി ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം
തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടവരെയും കുട്ടിയുടെ മാതാപിതാക്കളെയും കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കുഞ്ഞിന്റെ തുടർ സംരക്ഷണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ ശിശുക്ഷേമ സംരക്ഷണ സമിതിയോട് കൊപ്പം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ പരിശോധിക്കുന്നതുൾപ്പെടെയുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ നടത്താനാണ് തീരുമാനം. ശാസ്ത്രീയമായ അന്വേഷണം നടത്തുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. രായനല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിലാണ് ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്നാണ് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാൻ ഇനിയും നടപടിയായില്ല. ഒരു മാസത്തോളമായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് നടപടി വേണം എന്നാണ് ആവശ്യം. പട്ടാമ്പി നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ബസ് സ്റ്റാൻഡ് സമീപത്തെ പമ്പ് ഹൗസിൽ നിന്നും പോകുന്ന പൈപ്പാണ് മാസങ്ങളായി പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് വശത്തെ ഇന്റർലോക്ക് വിളിച്ചതിനടിയിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. കുടിവെള്ളം പാഴായി ഇന്റർലോക്കിൽ വഴുക്കലും അനുഭവപ്പെടുന്നുണ്ട്. ഇതിലൂടെ നടന്നു പോകുന്ന യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുകയാണ്. പലരും ഇവിടെ വീഴുന്ന അവസ്ഥയും ഉണ്ടായതായി പ്രദേശവാസികൾ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയിൽ കുടിവെള്ളം പാഴായി പോകുന്ന പ്രശ്നം അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ലെന്നാണ് ഇവിടുത്തുകാരുടെ പരാതി. വലിയ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ വേളയിലാണ് ഇത്തരത്തിലുള്ള അനാസ്ഥ ഇവിടെ നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ഏകദേശം ഒരു മാസമായിട്ട് പൈപ്പ് പൊട്ടിയിട്ട് ഇതിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ, ഇത് നമുക്ക് ഇവിടെയൊക്കെ വഴുക്കല് പച്ച പിടിച്ചിട്ടുണ്ട്. ഇത്രയും രീതിയിൽ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത്രയും രൂക്ഷമായിട്ട് കുടിവെള്ളക്ഷാമമുള്ള സമയത്ത് ഈ വെള്ളം ലിറ്റർ കണക്കിന് ഗാലൻ കണക്കിന് വെള്ളം ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരുന്നു. ശുദ്ധജലം ഞാൻ വാട്ടർ അതോറിറ്റിയിൽ കഴിഞ്ഞ മാസം കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. അവിടുന്ന് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞത് ഒരു പരിഹാരം കാണുന്നില്ല. 2-3 വയസ്സായ സ്ത്രീകൾ ഇവിടെ വഴുക്കി വീണു. അതായത് പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞു, മുനിസിപ്പാലിറ്റിയിൽ വിളിച്ച് പറഞ്ഞു, വാട്ടർ അതോറിറ്റി കംപ്ലയിൻറ്റ് പറഞ്ഞു. എല്ലായിടത്തും ഒരു പരിഹാരം കിട്ടുന്നില്ല. ഇത് ജനങ്ങളെ ലോകം അറിയിക്കുകയാണ് വേണ്ടത്. ശരിക്കും എല്ലാവരും അറിയിക്കുകയാണ് വേണ്ടത്. ഇത് നോക്ക്, ശുദ്ധജലമാണ് ഇങ്ങനെ പാഴായിപ്പോകുന്നത്, അതും മാസങ്ങളായി. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെയാണ് ഈ വിധത്തിൽ ഇവിടെ കുടിവെള്ളം പാഴാക്കുന്നത്. കടുത്ത വേനലിൽ മാസങ്ങളായി കുടിവെള്ളം പാഴാകുന്നതിന് പരിഹാരം കാണാൻ കഴിയാത്തതിന്റെ നാട്ടുകാരിൽ പ്രതിഷേധമുണ്ട്. നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ബസ് സ്റ്റാൻഡിലാണ് ഈ വിധത്തിൽ കുടിവെള്ളം പാഴാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വേനൽച്ചൂടിൽ നാട് പൊറുതിമുട്ടുമ്പോൾ തണുപ്പ് തേടി വീടുകളിൽ അതിഥികളായി പാമ്പുകൾ എത്തുന്നത് പതിവാകുന്നു. വീടിന്റെ അകത്തളങ്ങളിലും ശുചിമുറികളിലും വരെ വിഷപ്പാമ്പുകളെ കണ്ടെത്തുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയാണ്. വേനൽ കടുത്തതോടെ മാളങ്ങളിൽ ചൂട് സഹിക്കവയ്യാതെ പാമ്പുകൾ ജനവാസ മേഖലകളിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങുന്നു. ഇതോടെ നാട്ടിലെ പാമ്പുപിടുത്ത വിദഗ്ധൻ സുധീഷ് കൂറ്റനാടിനെ ഇപ്പോൾ വിശ്രമമില്ലാത്ത ദിനങ്ങളാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ സുധീഷിന്റെ ഫോണിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള വിളികൾ പ്രവഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം വീടിന്റെ അടുക്കളകൾ, കിണറുകൾ, ടോയ്ലറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി പാമ്പുകളെയാണ് സുധീഷ് പിടികൂടിയത്. ഇതിൽ ഭൂരിഭാഗവും അതീവ വിഷമുള്ള മൂർഖൻ പാമ്പുകളാണെന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കടുത്ത വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ തണുപ്പുള്ള ഇടങ്ങൾ തേടിയാണ് പാമ്പുകൾ എത്തുന്നത്. വീടിനുള്ളിലെ തണുപ്പുള്ള മൂലകൾ, നനവുള്ള ശുചിമുറികൾ, ഉപയോഗിക്കാത്ത ചെടിച്ചട്ടികൾ, വിറകുപുരകൾ എന്നിവ പാമ്പുകളുടെ പ്രധാന താവളങ്ങളായി മാറുകയാണ്. വേനൽ കഠിനമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സുധീഷ് കൂറ്റനാട് നിർദ്ദേശിക്കുന്നു. വീടിന് ചുറ്റുമുള്ള കാടുകളും പാഴ്വസ്തുക്കളും നീക്കം ചെയ്ത് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും ടോർച്ച് കരുതുക. ഷൂസുകളും ചെരുപ്പുകളും ധരിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ പരിഭ്രാന്തരാകാതെ വിദഗ്ധരെ വിവരമറിയിക്കുക. സ്വയം പിടികൂടാൻ ശ്രമിക്കരുത്. പാലക്കാടൻ വേനലിനിയും കടുക്കുമെന്ന മുന്നറിയിപ്പുകൾക്കിടെ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.